ഇപ്പൊ നിങ്ങൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അവർകളെ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം മഹാനാണ്, ദൈവതുല്യാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പരമ്പരയിൽ ഇപ്പോൾ ഇരിക്കുന്ന അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ വലിച്ചു വരാൻ നോക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പാണക്കാട്ട മരപ്പട്ടികളുണ്ടല്ലോ, പാണക്കാട്ട പേപ്പട്ടികളുണ്ടല്ലോ, അവർ കാണിക്കുന്ന പോലെ പല മുഖമുള്ള മനുഷ്യനല്ല വെള്ളാപ്പള്ളി നടേശൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇപ്പം എങ്ങനുണ്ട്? ഞാൻ എത്രയോ നാളായിട്ട് പറയുന്നു കൂട്ടരെ, ഇയാളെ വിശ്വസിക്കരുതെന്ന്. ഇയാളൊരു യഥാർത്ഥ സ്വാമിയല്ല, നല്ല ഒന്നാന്തരം സംഘിയാണെന്ന് എത്ര വീഡിയോകളിലൂടെ ഞാൻ വിളിച്ചു പറഞ്ഞു. അന്നൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ എതിർത്തത് എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എന്തെല്ലാം തെറികളാണ് ലീഗുകാരടക്കം എന്നെ വിളിച്ചത്. കാന്തപുരത്തെ അയാൾ വിമർശിച്ചത് കൊണ്ടല്ലേ നീ അയാൾക്കെതിരെ തിരിഞ്ഞത്, അയാൾ സംഘിയാണെന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് വീഡിയോ ഇറക്കിയ വഹാബികൾ വരെയുണ്ട്. ഇയാളെ വലിയ മഹാനാക്കി സംസാരിച്ച ആളുകളുണ്ട്. ഇപ്പം ഇതാ ബഹുമാനപ്പെട്ട പാണക്കാട്ട തങ്ങന്മാരെ കേട്ടാലറക്കുന്ന ഭാഷയിലാണ് ഇയാൾ തെറി വിളിക്കുന്നത്. എന്നിട്ട് ഇയാൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വെള്ളാപ്പള്ളി മഹാനാണ്, ദൈവതുല്യനാണ്. ആയിക്കോട്ടെ, ഞങ്ങൾക്കതിലൊന്നും ഒരു പരാതിയുമില്ല. ദൈവതുല്യനല്ല, ഇനി ദൈവം തമ്പുരാനാണെന്ന് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. പക്ഷെ എല്ലാവരും വെള്ളാപ്പള്ളിയെ ദൈവതുല്യരായി കാണണമെന്ന വാശി പിടിക്കരുത്. ആരും വെള്ളാപ്പള്ളിയെ വിമർശിക്കാൻ പാടില്ല എന്ന തിട്ടൂരമിറക്കുകയും ചെയ്യരുത്. ഇയാൾക്കിപ്പോൾ ഇത്രമാത്രം ഹാലിളകാനുള്ളതിൻ്റെ കാരണം അറിയില്ലേ? തൊടുപുഴയിൽ ചില മുസ്ലിം ലീഗുകാർ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പ്രതിഷേധ റാലി നടത്തി. ഏതായാലും ആ പ്രതിഷേധ റാലിയെ മുസ്ലിം ലീഗ് നേതൃത്വം അംഗീകരിക്കാത്തത് കൊണ്ട് ആ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു. ആ റാലിക്കെതിരെ SNDP-ക്കാർ വേറെ റാലി നടത്തുകയും ചെയ്തു. അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന യഥാർത്ഥ സംഘി സ്വഭാവം പുറത്തെടുക്കുന്നത്. അത് പുറത്തെടുത്തിട്ടാണ് പാണക്കാട്ട തങ്ങന്മാരെ മരപ്പട്ടികളെന്നും പേപ്പട്ടികളെന്നും ഇയാൾ വിളിക്കുന്നത്. ഇതുമാത്രമല്ല കേട്ടോ, ഇതിനേക്കാൾ കേട്ടാലറക്കുന്ന തെറി ഇയാൾ വിളിക്കുന്നുണ്ട്. അതിനുമുമ്പ് വാര്യൻ കുന്നൻ അവനൊക്കെയാണല്ലോ കാണിച്ചത്. ഏതായാലും അന്ന് അവിടെ നടന്ന കൂട്ടക്കൊലയെ അവരെന്താക്കി മാറ്റി? സ്വാതന്ത്ര്യ സമരവുമായിട്ട് കൂട്ടിയിണക്കിയവന്, കാർഷിക ലഹളയുമായിട്ട് കൂട്ടിയിണക്കിയവര് ഇതേ പാണക്കാട് മുസ്ലിം ലീഗ് നായോളികൾ. ഇയാളെയാണോ കൂട്ടരെ നിങ്ങൾ ആദരവോടുകൂടി സ്വാമിജി എന്നൊക്കെ വിളിക്കുന്നത്? നിങ്ങൾ ഒരുപാട് സ്വാമിമാരെ കണ്ടിട്ടുണ്ടാവില്ലേ? ഒരുപാട് സ്വാമിമാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? വിമർശനങ്ങൾ പറയുന്ന സ്വാമിമാരെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അവരാരെങ്കിലും ഇത്തരത്തിൽ പച്ചത്തെറി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഇയാളൊരു യഥാർത്ഥ സ്വാമിയല്ല എന്ന്. അതിൻ്റെ പേരിലാ കൂട്ടരെ നിങ്ങൾ എന്നെ തെറി വിളിച്ചുകൊണ്ടിരുന്നത്. ഇയാളൊരു സംഘിയാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, സംഘികളുടെ ചാരനാണ് എന്ന് ഞാൻ വെറുതെ കാന്തപുരം ഉസ്താദിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരാരോപണം ഉന്നയിച്ചതല്ല. ഇയാളിപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച്. മുസ്ലിം ലീഗുകാർ ആ ഒരു റാലി നടത്തിയതിൻ്റെ പേരിൽ ഇയാൾ എവിടെ വരെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? 921 നടന്ന മലബാർ ലഹളയെ വരെ ഇയാൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ. എന്നിട്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ വർഗീയവാദിയാക്കുക. എന്നിട്ട് എന്തെല്ലാം അസംബന്ധങ്ങളാണ് ഇയാൾ ആ വീഡിയോയിൽ പറയുന്നതെന്നറിയോ? 921 നടന്ന ആ സംഭവത്തെ ഇന്ന് നമ്മുടെ നാട്ടിലെ സംഘികൾ പറയുന്ന അതേ ഭാഷയിലാണ് ഇയാളും പറയുന്നത്. വർഗീയ കലാപമായിരുന്നു എന്ന്, ഹിന്ദു കൂട്ടക്കുരുതിയായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ ചരിത്രമറിയുന്ന ആർക്കും അറിയാം. നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മുസ്ലിമീങ്ങൾ പോലുമല്ലാത്ത ചരിത്രകാരന്മാർ ആ സംഭവം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇയാൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അടക്കം വർഗീയവാദിയാക്കുന്നത്.
അതുമാത്രമാണോ കുമാരനാശാൻ ദുരവസ്ഥ എന്ന ഒരു കവിത അതിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ്. അതിൻ്റെ പേരിൽ കുമാരനാശാൻ ഇവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു. കുമാരനാശാൻ മരണപ്പെട്ടത്, ബോട്ട് മുങ്ങി മരണപ്പെട്ടത് ഒരു അട്ടിമറിയായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിലൊക്കെ അസംബന്ധങ്ങളും വർഗീയതയുമാണ് ഇയാൾ സംസാരിക്കുന്നത്. 921 നടന്ന സംഭവത്തെ ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടന്ന ഒരു റാലിയുമായി ഇയാൾ കൂട്ടിക്കെട്ടുകയാണ്. ലോകം മുഴുവൻ അന്നവരെ കൈവിട്ടു, പേടി കൊണ്ട്. അങ്ങനെ അടുക്കാൻ ധൈര്യം ആയിക്കൂടി അടുത്തിട്ടുള്ളത് RSSകാരാണ്, ചിദാനന്ദപുരി സ്വാമികളാണ് അവിടേക്ക് അടുത്തിട്ടുള്ളത്. രായ്ക്ക് രാമായണം കുറെ ഭീകരന്മാര്, കുറെ ചെകുത്താന്മാര്, മുസ്ലിം ഭീകരന്മാര് കയറി കണ്ടവരെല്ലാം വെട്ടിക്കൂട്ടിയിടുകയാണ് ചെയ്തത്. അവരുടെ സ്ഥിരം പരിപാടിയാണ്. അതന്നെയാണ് ഇവിടെ മറ്റേ ഇവിടെയും ചെയ്തത്. കുഞ്ഞാഹമ്മദ് അങ്ങനെ ചെയ്തത് അത് തന്നെയാണ്. അവിടെ ഇതന്നെയാണ് അങ്ങനെ അവിടെയും ചെയ്ത് കൂട്ടിയത്. വെട്ടിക്കൂട്ടി കിണറ്റിൽ കൊണ്ടിട്ടു. അവിടെ 3, 4, 5, 6 ദിവസമാണ് നിലവിളി ഉയർന്നത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ചെയ്തിട്ടുള്ള ഭീകരത. ഇയാളാണോ കറകളഞ്ഞ സംഘീ വിരുദ്ധൻ, മുസ്ലിം സ്നേഹി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ആള്? നിങ്ങൾ കേൾക്കുന്നില്ലേ ഇയാൾ പറയുന്നത്? പാണക്കാട്ടെ തങ്ങന്മാരെ തെറി വിളിക്കുമ്പോൾ വേറെ കുറേ ആളുകൾക്കത് പ്രശ്നമല്ല. കാന്തപുരം ഉസ്താദിനെ തെറി വിളിക്കുമ്പോൾ വേറെ കുറേ കൂട്ടർക്കത് സന്തോഷമാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ മറവിൽ ഇയാൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കമാണ് തെറി വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ? 921 സംഭവം പറയുന്നതോടൊപ്പം ഇയാൾ മാറാട് കലാപം പറയാണ്. എന്നിട്ട് മുസ്ലിം തീവ്രവാദികളെന്ന് വിളിക്കാൻ. മാറാട് 2 കലാപങ്ങൾ ഉണ്ടായിട്ടില്ലേ? 1-ാം കലാപം ഉണ്ടാകാനുള്ള കാരണവും അതിനെ തുടർന്ന് 2-ാം കലാപം ഉണ്ടാകാനുള്ള കാരണവും അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണവും അതിനുശേഷം മുതലെടുക്കാൻ പോയ സംഘികളുടെ പ്രസംഗങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്, ഗൂഗിളിൽ കിട്ടുന്നതാണ്. ഇതൊക്കെ മുമ്പിലുള്ളപ്പോഴും തൊടുപുഴയിൽ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു മുദ്രാവാക്യം നടന്ന സംഭവത്തെ ഇയാൾ ചേർത്ത് വായിക്കുന്നത് മാറാട് കലാപത്തോടാണ്, 921 മലബാർ ലഹളയോടാണ്. ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? എന്നിട്ടോ ഈ നാട്ടിലൊരു വർഗീയ കലാപമുണ്ടാകാൻ വേണ്ടി നല്ലവരായ ഹൈന്ദവരുടെ മനസ്സിൽ പോലും ഇയാൾ വിഷമിട്ട് കൊടുക്കാൻ. സ്വാമിമാരെയൊക്കെ വലിയ ആദരവോടുകൂടി കാണുന്ന സാധുക്കളായ ഹൈന്ദവർ ഒരു സ്വാമിയല്ലേ ഈ പറയുന്നത്, അപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം വലുതാണ് എന്നൊക്കെ വിചാരിക്കണം. എന്നിട്ട് അവർ ചാട്ടേ കയറണം, അവരായുധവുമായിട്ട് പുറത്തിറങ്ങണം. ചെറുപ്പക്കാരൊക്കെ വെട്ടാനും കൊല്ലാനും ചാകാനും തയ്യാറാകണം. അതിനുവേണ്ടി ഇയാൾ പറയുന്ന വാക്കുകൾ നോക്കൂ. ഇനിയും ഇത്തരം കാര്യങ്ങളുടെ മുമ്പിൽ പരീക്ഷ കാണിക്കാൻ ഇവിടെയുള്ള പുതുതലമുറയിൽപ്പെട്ട ഹൈന്ദവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഏറ്റുവാങ്ങാൻ, സഹിഷ്ണുത കാണിക്കാൻ പുതിയ തലമുറയിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. അവരാൽ പ്രചോദിതരായിട്ടുള്ള നേതാക്കന്മാർക്കും അത് കഴിയുമെന്ന് തോന്നുന്നില്ല. സഹിഷ്ണുതയ്ക്കുമുണ്ടല്ലോ എവറസ്റ്റ് കൊടുമുടി, അതിൻ്റെ അപ്പുറം പിന്നെ കയറാൻ പറ്റില്ലല്ലോ. ഏതായാലും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ അപകടങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി ഇവിടുത്തെ മുസ്ലിം ലീഗുകാരും പാണക്കാട്ടുകാരും വേണ്ടുന്ന കാര്യങ്ങൾ, പരിഹാരക്രിയകൾ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് അവർക്ക് നല്ലത്, സമൂഹത്തിന് നല്ലത്. അതവർ മനസ്സിലാക്കണം. ചെയ്ത അപരാധങ്ങൾക്ക് ക്ഷമ ചോദിക്കണം. അതല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദത്തിന്റെ സുനാമി വന്ന് ആഞ്ഞടിക്കുമ്പോൾ പടർന്നു പോകുമ്പോൾ അഥവാ തകർന്നു പോകുന്നത് നിരപരാധികൾ കൂടിയായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മനസ്സിൽ വെക്കുക. കൂടെ ഇത് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. ഏറ്റവും വേഗത്തിൽ വെള്ളാപ്പള്ളിയെ കണ്ട്, ശ്രീ സുകുമാരൻ നായരെ കണ്ട്, പാണക്കാട്ട് പെരിച്ചാഴി വന്ന് തങ്ങള് അവരുടെ ദൂതനാണെങ്കിൽ ദൂതനെ പറഞ്ഞയച്ചിട്ട് മാപ്പ് പറയുക. അങ്ങനെ ഈ പ്രശ്നത്തിന് മനോഹരമായിട്ട് പരിഹാരം ഉണ്ടാക്കുക. അതിന് നിങ്ങളുടെ മനസ്സ് ഒരുങ്ങുന്നില്ലെങ്കിൽ ആ മനസ്സിനെ ആ രീതിയിലേക്ക് നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് ഒരുക്കേണ്ടി വരും. കേട്ടോ, നല്ലവരായ ഹൈന്ദവരുടെ മനസ്സിൽ ഇയാൾ വർഗീയ വിഷമിട്ട് കൊടുക്കാൻ, അവരെ പ്രേരിപ്പിക്കുകയാണ്. ഇനി ഹിന്ദു അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല.
ഇന്നത്തെ തലമുറ ക്ഷമിച്ചുകൊള്ളുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ആരുടെ ഭാഷയാണ്? ശശികല പറയുന്ന ഭാഷയല്ലേ? സംഘികൾ സംസാരിക്കുന്ന രീതിയല്ലേ? അതേ രീതിയിലാണ് ഇയാൾ പറയുന്നത്. മാറാട് കലാപവും 921 സംഭവവുമൊക്കെ എടുത്തിട്ട് അന്ന് ഹിന്ദുക്കൾ ക്ഷമിച്ചതുപോലെ ഇന്നത്തെ ഹിന്ദുക്കൾ ക്ഷമിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പാണക്കാട്ടെ തങ്ങന്മാർ വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയി മാപ്പ് പറയണമെന്നാണ്. വെള്ളാപ്പള്ളി ലീഗിനെ വിമർശിച്ചു, ലീഗുകാർ വെള്ളാപ്പള്ളിയെ വിമർശിച്ചു. അങ്ങനെ രാഷ്ട്രീയമായി നമ്മുടെ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നു? അതൊക്കെ ഹിന്ദുക്കളുടെ നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വരുത്തി തീർത്ത് ഇവിടെ ഒരു കലാപമുണ്ടാക്കാൻ പറഞ്ഞു കേട്ടില്ലേ, സുനാമി പോലെ തിരിച്ചടിക്കുമെന്ന്. അപ്പോൾ ഇയാളുടെയൊക്കെ ഉള്ളിൽ നല്ല ഒന്നാന്തരം സംഖ്യയുണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? പക്ഷേ കണ്ടാലും കൊണ്ടാലും നമ്മൾ പഠിക്കുന്നില്ല. കാന്തപുരം ഉസ്താദിനെ എതിർക്കുമ്പോൾ ലീഗുകാർ അയാളെ പിന്തുണക്കും, ലീഗുകാരെ എതിർക്കുമ്പോൾ ഇപ്പുറത്തുള്ള കുറേ കൂട്ടർ അയാളെ പിന്തുണക്കും. ഇത് ഇയാൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇയാൾ അത് സമർത്ഥമായി ഉപയോഗിച്ച് ഈ നാട്ടിൽ വർഗീയത പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീണ്ടും പറയാൻ, ഇയാളുടെ വീഡിയോ കാണാനോ അതിൽ കമൻ്റ് എഴുതാനോ ഒന്നും പോകരുത്. അതൊക്കെ ഇയാൾക്ക് വരുമാനമാണ്, അതൊക്കെ ഇയാൾക്ക് പ്രചരണമാണ്. അതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്താൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.